ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് ഒരു കറി ഉണ്ടാക്കിയാലോ. കടലക്കറിയാണ്. എല്ലാവരുടെയും കയ്യിൽ വെള്ളക്കടലയൊക്കെ ഉണ്ടല്ലോ. വെള്ളക്കടല ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വെള്ളത്തിലിട്ടോളൂ. ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. നമ്മൾ വെള്ളക്കടല പല രീതിയിൽ കറി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത് ഏറ്റവും ഈസിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അരിയുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറിക്കുന്ന പരിപാടിയൊന്നും അധികമില്ല. വേഗം തന്നെ നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചന കറി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളക്കടല 8 മണിക്കൂർ മിനിമം വെള്ളത്തിൽ സോക്ക് ചെയ്യുക. ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. അതിലേക്കായിട്ട് ഒരു വലിയ സവോളയും ഒരു മീഡിയം വലിപ്പമുള്ള സവോള എടുത്തിട്ടുണ്ട്. വലിയ സവോള തന്നെയാണെങ്കിൽ 1.5 എടുത്താൽ മതി. ഇതുപോലെയാണ് കിട്ടുന്നതെങ്കിൽ 2 എടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത്രയുള്ള ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്നെസ് ഉള്ള പീസല്ല ഇഞ്ചി. അതുപോലെ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി മുഴുവൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും വെളുത്തുള്ളി വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 അല്ലി ചേർത്താലും മതി കേട്ടോ. ഇവിടെ കിച്ചൂസിന് വെളുത്തുള്ളി കൂടുതൽ വേണ്ടതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ തക്കാളിയും സവോളയും എല്ലാം ചേർത്ത് അരച്ചിട്ടാണ് നമ്മൾ കടല കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ഞാൻ അരയ്ക്കാൻ എടുക്കാൻ പോകുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാനാണ്. ഇത് ഫൈൻ പേസ്റ്റായിട്ട് അരയണം എന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് തരിതരിപ്പോടെ അരഞ്ഞു കിട്ടിയാലും മതി. നമ്മുടെ ചന്ന മസാലയിലൊക്കെ എപ്പോഴും തരിതരിപ്പോടെയാണ് ആ ഒരു കറി കിട്ടുക. നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കില്ല അതിൻ്റെ ഗ്രേവി. പിന്നെ എല്ലാം വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിടാം കേട്ടോ. ഒന്ന് അരഞ്ഞു കിട്ടുക എന്നുള്ള പർപ്പസ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഈ തക്കാളിയുടെ ആ ഒരു വെള്ളവും സവോളയുടെ നനവും എല്ലാം കൂടി നന്നായിട്ട് അരഞ്ഞു വന്നോളും. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം വഴറ്റിയിട്ട് കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ബാച്ചിലേഴ്സിനൊക്കെ എങ്ങനെ കറി ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി കാണിച്ചു തരുന്നത്. സവോള എല്ലാം വലുതായിട്ടാണ് മുറിക്കുന്നത്. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തിട്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സവോള എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഒരു പിടി വെളുത്തുള്ളി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം തന്നെ ചേർക്കണം കേട്ടോ. പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതല്ല ചേർക്കേണ്ടത്. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടില്ല. ഒരു ചെറിയ തരിതരിപ്പുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ആദ്യം നമ്മുടെ കടല കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഴുകി വെച്ചിരുന്ന കടലയാണ് കേട്ടോ. നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം മാത്രം കഴുകുക. അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ കടല വെള്ളത്തിലിട്ടാൽ മതി. ഇല്ലെങ്കിൽ രാവിലെയാണ് കറി വേണ്ടതെന്നുണ്ടെങ്കിൽ മാത്രം ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കുക. മിനിമം 8 മണിക്കൂർ സോക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1.25 ടീസ്പൂൺ ചേർക്കുക. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് 2 ടീസ്പൂണിൽ മേലെ ചേർത്തിട്ടുണ്ട്. ഒരു 2.25 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയാണ് കയ്യിലുള്ളതെങ്കിൽ ഗരം മസാല ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചന മസാല ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചന മസാല ചേർക്കാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചന മസാല തന്നെ വേണമെന്നൊന്നുമില്ല. ഗരം മസാല ആയാലും മതി. 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ, ഇത് നിർബന്ധമാണ് കേട്ടോ. കസൂരി മേത്തി ചേർത്താൽ നമ്മുടെ ഈ ഒരു വൈറ്റ് കടലക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അറിയാൻ പറ്റില്ല. കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ ബേക്കറിയിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കസൂരി മേത്തി. ഉലുവയില ഉണക്കി പൊടിച്ചതാണിത്. അപ്പോൾ ഇതുപോലെയാണ് അതിരിക്കുക. ഉലുവയില ഉണങ്ങിയതാണ്. ചെറിയൊരു വളരെ മൈന്യൂട്ടായിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. വളരെ ചെറുതാണ്. അത് കയ്പ്പ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കറിക്ക് അത് കറക്റ്റാണ്. അപ്പോൾ കസൂരി മേത്തി നമ്മൾ ഇതുപോലെ കയ്യിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് കയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ വേഗം ഇറങ്ങി വരാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കസൂരി മേത്തി എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്കറ്റ് ഉണ്ടല്ലോ, ഇത് ഇതുപോലെ തന്നെ കവർ ചെയ്തിട്ട് ഈ പാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട്
ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഫ്രീസറിൻ്റെ ഡോറിലോ ഫ്രിഡ്ജിൻ്റെ ഡോറിലോ വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വയ്ക്കാം. ഇങ്ങനെ രണ്ട് രീതിയിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 വർഷത്തിൽ കൂടുതൽ നിൽക്കും. ഫ്രിഡ്ജിൽ വയ്ക്കാതിരുന്നുണ്ടെങ്കിൽ അധികം കാലം ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു തക്കാളിയും സവോളയും കൂടി ചേർന്ന പേസ്റ്റാണ്. ഇതിൽ ആ പെരിഞ്ജീരകത്തിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കടലയിലേക്ക് ആ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ചു വരാനാണ് നമ്മൾ പെരിഞ്ജീരകവും കൂടി ചേർത്ത് അരയ്ക്കുന്നത്. ഇല്ലെങ്കിൽ പെരിഞ്ജീരകം പിന്നീട് ചേർത്താലും മതി കേട്ടോ. പക്ഷേ ഇങ്ങനെ അരച്ച് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് വരും. ഇനി നമുക്കിതിലേക്ക് വെള്ളവും ഉപ്പും ചേർക്കാം. ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരളവിൽ കടലയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ. ഇത് കുക്കറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളത്തിൽ വേവിക്കുക. ഇനി ഉപ്പ് ചേർക്കണം. നമുക്ക് കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ല കൊഴുപ്പുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊരു 8 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള കടല 8 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താലേ കുക്ക് ആവുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള കടല 3-4 വിസിൽ വരുമ്പോൾ കുക്ക് ആവുന്നുണ്ടെങ്കിൽ അത്രയും കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതൊരു 8 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം. പിന്നെ നമുക്ക് ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചത് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി കുക്കായി കഴിയട്ടെ. അപ്പോൾ നമ്മുടെ കുക്കർ പ്രഷറൊക്കെ പോയി ഇതാ നല്ല ചീറ്റി തെറിച്ച് ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. നമുക്കിത് തുറക്കാം. കടലയൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഗ്രേവിയും അത്യാവശ്യത്തിനുണ്ട്. കുറച്ചധികം ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറുകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കടല ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച് ചേർക്കുക. ഞാനപ്പോൾ കുറച്ച് കടല എടുത്ത് മാറ്റുകയാണ്. ഒരുപാട് കടലയൊന്നും മാറ്റുന്നില്ല. ഒരു 1/4 കപ്പിൽ മേലെ കടല എടുത്ത് വയ്ക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് ചെറിയ ചൂട് മാറി വരുമ്പോൾ തന്നെ നമുക്ക് അരച്ച് ചേർക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗ്രേവി ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾ തുറക്കുമ്പോൾ ഗ്രേവി ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ചൊഴിക്കുക. തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി ലൂസായിട്ട് വന്നോളും, കട്ടിയായിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. നമ്മൾ മുളക് പൊടിയാണല്ലോ ചേർത്തത്. അപ്പോൾ ഞാൻ ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. ഞാനപ്പോൾ ഇതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്ത് മാറ്റിയ കടലയൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത കടല ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ആ കടലയൊക്കെ നന്നായിട്ട് ഗ്രേവിയിലേക്കൊന്ന് മിക്സായിട്ടൊന്ന് കുറുകി വരട്ടെ. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് വീണ്ടും 1-2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് ഒന്ന് പിടിച്ചു വരാനാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതൊരു 2 മിനിറ്റും കൂടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വറവിടണം എന്നുണ്ടെങ്കിൽ വറവിട്ടിട്ട് എടുക്കാം. വറവിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വറവിടുന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. വറവിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി എത്ര ഗ്രേവി വേണം നമുക്കെന്നുള്ളതനുസരിച്ച് ഇത് തിളപ്പിച്ചെടുക്കുക. ഞാൻ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നത്. വളരെ കുറച്ച് മതി കേട്ടോ, ഒരുപാട് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചൂട് മാറി വരുമ്പോൾ കുറുകി വരും. അതിനനുസരിച്ച് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. കടലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറുത്ത കടലയുണ്ടല്ലോ, കറുത്ത കടല ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് അത്ര നല്ലതായിരിക്കില്ല കേട്ടോ. ഈ ഒരു കടലയ്ക്കാണ് ഈ റെസിപ്പി നന്നാവുക. അപ്പോൾ ചില കമൻറ്റ്സ് വരാറുണ്ട്, ഈ നമ്മൾ കറുത്ത കടലയിൽ ചെയ്യുന്ന റെസിപ്പികൾ വെളുത്ത കടലയിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്നും നമുക്ക് 2 കടലയിലും ഒരുപോലെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കറുത്ത കടലയിൽ ചെയ്യാൻ പറ്റാത്ത റെസിപ്പിയാണിത്. അപ്പോൾ നന്നായിട്ട് കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാൻ പാകത്തിൽ ഇത് കുറുകി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കസൂരി മെത്തി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നമ്മൾ ആവശ്യത്തിന് ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ചേർക്കാത്തത്. ഇനിയിപ്പോൾ കറി ഒന്ന് കുറുകി വരട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കടലക്കറിയുടെ പരിപാടി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് നമ്മുടെ പച്ചക്കറികൾ പോലും കട്ട് ചെയ്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ചേർത്ത് അരച്ച് കറിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കടലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിനുശേഷം ഏതിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയതെന്ന് പറയാം കേട്ടോ.
എനിക്കിവിടെ ഇത് ബട്ടൂരിയുടെ കൂടെയാണ് ഏറ്റവും ഇഷ്ടം ഈ ഒരു കറി. പക്ഷേ എപ്പോഴും നമ്മൾ ബട്ടൂരി ഉണ്ടാക്കാറില്ല. ബട്ടൂരിയുടെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബട്ടൂരിക്ക് വരായിട്ട് നമ്മൾ പൂരിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പൂരിയുടെ കൂടെയാണോ, അപ്പത്തിൻ്റെ കൂടെയാണോ, ഇടിയപ്പത്തിൻ്റെ കൂടെയാണോ, ഏതിൻ്റെ കൂടെയാണ് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.